അറിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. എല്ലാം അറിയുന്ന, പൂർണ്ണമായി അറിവുള്ള, എല്ലാത്തിനെയും മനസ്സിലാക്കാൻ കഴിവുള്ള ദൈവത്തെ കൂടാതെ പരിമിതികളും അപൂർണതകളും നിറഞ്ഞ മനുഷ്യൻ സ്വന്തമായിട്ട് നന്മയും തിന്മയും തീരുമാനിച്ചാൽ, അതല്ല ശരി തെറ്റുകൾ നിർണയിച്ചാൽ, അവിടെ അപാകത കടന്നുകൂടുമെന്നും അങ്ങനെ മനുഷ്യൻ ഞാനൊരു നന്മ പറയും, നിങ്ങൾ വേറൊരു നന്മ പറയും, നിങ്ങൾ ആ നന്മയിൽ ഉറച്ചു നിൽക്കും, ഞാൻ പറയുന്ന നന്മയിൽ ഞാൻ ഉറച്ചു നിൽക്കും. അത് ആശയ സംഘട്ടനമായി, സംഘർഷമായി, കലാപമായി, കലഹമായി, യുദ്ധമായി എല്ലാം രൂപപ്പെടാനുള്ള കാരണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തെ കൂടാതെ മനുഷ്യൻ സ്വന്തമായിട്ട് നന്മതിന്മകൾ തീരുമാനിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ തമ്മിൽ കലഹമുണ്ടാകുന്നത്. സ്നേഹിക്കാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പരസ്പരം കരങ്ങൾ ഉയർത്താൻ കാരണം ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തമായിട്ട് ശരി തെറ്റുകൾ നിർണയിക്കുന്നത് കൊണ്ടാണ്. അതാണ് യുദ്ധം ലോകത്തിലുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി